വിഷുവിന്റെ തലേ ദിവസമായ ഇന്ന് വലിയ തിരക്കാണ്. വിപണിയൊക്കെ സജീവമാണ്. എല്ലായിടത്തും പലയിടത്തും പടക്കം വലിയ രീതിയിൽ പടക്കങ്ങൾ വിറ്റുപോകുന്നുണ്ട്. നാളത്തെ പച്ചക്കറികൾ, കണിക്കൊന്നകൾ, അങ്ങനെ എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുകയാണ്. അപ്പോൾ ഇംതിയാസ് കരീം ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പുതിയങ്ങാടിയിലാണ് ഇംതിയാസ് ഉള്ളത്. ഇംതിയാസ്, അവിടെ വിഷു ഏതുവരെ എത്തി? എങ്ങനെയാണ് സജീവമായി വിപണിയൊക്കെ നന്നായിട്ട് തിരക്കോടെ തന്നെ പോവുകയാണോ? സന്ധ്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് പുതിയങ്ങാടിയിലാണ്. ഈ പുതിയങ്ങാടി എന്ന് പറയുന്നത് പുതിയങ്ങാടി ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലെല്ലാം കുറേയധികം പടക്കക്കടകൾ കാണാം. ഇവിടെ വലിയ തിരക്കും ആ രീതിയിൽ അനുഭവപ്പെടാറുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതിയങ്ങാടിയിൽ ആ തരത്തിലുള്ളൊരു പടക്കക്കടയിലാണ്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. അത്രയും ആളുകൾ ഇപ്പോഴും ഈ രാത്രി ഈ സമയത്തും ആളുകൾ പടക്കം വാങ്ങാനായിട്ട് വരി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വളരെ ഇപ്പം ഇന്ന് വൈകിട്ടൊക്കെ ഇവിടെ കാല് കുത്താൻ കഴിയാത്ത രൂപത്തിലുള്ള തിരക്കുണ്ടായിരുന്നു. പലരും ഒരുപാട് നേരം നിന്നിട്ടൊക്കെയാണ് പടക്കം വാങ്ങി പോകുന്നതൊക്കെ. കുറെ സമയമായോ വന്നിട്ട്? കുറച്ചേരെ പടക്കം കിട്ടിയിട്ടില്ല? കിട്ടി ഞാൻ പേയ്മെന്റ് ചെയ്തോണ്ടിരിക്കാം. പടക്കം വാങ്ങിച്ചോ? വാങ്ങിച്ചോണ്ടിരിക്ക. ആരാ വാങ്ങിക്കുന്നത്? അച്ഛനും ചേച്ചിയും. പടക്കം വാങ്ങിക്കാൻ വന്ന നാളെ പടക്കം പൊട്ടിക്കോ? അവരൊക്കെ വലിയ ആവേശത്തിലാണ്. ചേട്ടൻ പടക്കം വാങ്ങിച്ചോ? പടക്കം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രൂപക്ക് പടക്കം വാങ്ങിക്കും? അറിഞ്ഞൂടെ നോക്കുക. ഇപ്പൊ പുതിയ മോഡൽ പടക്കങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നല്ല പറയുന്നത്, ചൈനേന്റെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പടക്കങ്ങൾ കുറെ വന്നിട്ടുണ്ട്. പുതിയ മോഡലുകൾ വന്നിട്ടുണ്ട്. മാർക്കോ സിനിമേന്റെ പേരിലൊക്കെ വന്നത്. അപ്പൊ അത് വാങ്ങിക്കണം എന്നാണ് ആഗ്രഹം. നോക്കാം. ഈ പൂത്തിരിയും പിന്നെ ഒലപ്പടക്കവും അല്ലേ? അല്ല, പണ്ടുള്ള ഒലപ്പടക്കങ്ങൾക്ക് ഔട്ടായി പോയി. ഇപ്പൊ ചൈനീസ് പുതിയ മോഡലുകളാ വന്നത്. അത് വാങ്ങിക്കണം എന്നാണ് ആഗ്രഹം. നോക്കാം. ഈ അപകടമൊന്നും ഉണ്ടാക്കാതെ എല്ലാം പൊട്ടിച്ചു തീർക്കുക. എല്ലാവർക്കും വിഷു ആശംസകളും. എല്ലാവരും വലിയ ആവേശത്തിലാണ്. എല്ലാ തവണയും പൊട്ടിക്കുന്ന പോലെയുള്ള പടക്കങ്ങളല്ല, ചൈനീസ് പടക്കങ്ങൾ തന്നെ പുതിയ രൂപത്തിലുള്ള മാർക്കോ എന്ന പേരിലൊക്കെ സിനിമാ പേരുകളൊക്കെ ഇട്ടുകൊണ്ടാണ് ഇത്തവണ വിപണിയിൽ പടക്കങ്ങൾ എത്തിയിരിക്കുന്നത്. ആ പടക്കക്കടയിൽ ഒരുപാടധികം സ്റ്റാഫ് ഉണ്ട് കേട്ടോ. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ക്യൂ നിൽക്കുകയാണല്ലേ പടക്കം വാങ്ങാൻ. അതോടൊപ്പം ഈ പടക്കത്തിൽ തന്നെ പല വെറൈറ്റി പേരുകളാണല്ലോ പടക്കങ്ങൾക്കൊക്കെ. മാർക്കോ എന്നൊക്കെ പേരുണ്ടല്ലോ. തീർച്ചയായിട്ടും മാർക്കോ എന്ന പേരിലൊക്കെയാണ് ഇത്തവണ പടക്കമുള്ളത്. എന്തായാലും ഈ വിഷുത്തലേന്നാവുമ്പോൾ നിലത്ത് ചക്രം തീപ്പൊരിയായിട്ട് കറങ്ങണം, ഓലപ്പടക്കം പൊട്ടണം, വേഷപ്പൂവ് ഉയർന്നു പൊങ്ങണം. ഇതൊക്കെയാണ് ആഗ്രഹം. ആ രീതിയിലാണ് ആഘോഷങ്ങളൊക്കെ ഉള്ളത്. എന്താണ്, വലിയ രീതിയിലുള്ള കച്ചവടം നടക്കുന്നുണ്ടല്ലോ ഇന്നൊക്കെ? നല്ല തിരക്കാണ്, നല്ല കച്ചവടം തന്നെ നടക്കുന്നത്. മാർക്കോടെ ഏറ്റവും കൂടുതൽ പോയി ചോദിച്ചുകൊണ്ടിരുന്നത്. മുകളിലെ ഷോട്ടുകളാണ് ഏറ്റവും കൂടുതൽ എല്ലാം ചോദിച്ചിരുന്നത്. പുതിയ പടക്കങ്ങളുടെ പേരുകളൊക്കെ എന്തൊക്കെയാണ്? മാർക്കോ ഏറ്റവും ലേറ്റസ്റ്റ്. മാർക്ക് പുതിയ പോലെ പല സ്കൈ ഷോട്ടുകളുണ്ട്, പുതിയ ഐറ്റംസ് ഉണ്ട്, ചക്രമുണ്ട്, പൂക്കുറ്റിയുണ്ട്, പല ഉണ്ട്. ഏറ്റവും ടോപ്പായിട്ട് ചോദിച്ചിരുന്ന ആൾ മാർക്കുമാണ്. മാർക്കോ എന്താ, പടക്കാണോ പൂത്തിരിയാണോ? ഷോട്ടുകളാണ്, 30 ഷോട്ടാണ്. വെറൈറ്റി 15 കളേഴ്സ് വരെ വരുന്നു. 15 കളർ അതിന്റെ വെറൈറ്റി വരുന്ന സാധനം. നല്ല വിലയുള്ള പടക്കങ്ങളാണോ ഇതൊക്കെ? 30 പീസ് 400 രൂപ വരുന്നുള്ളൂ. ആളുകളെ പൊതുവെ വലിയ തുക. അങ്ങനെ പടക്കക്കടകളിലൊക്കെ വലിയ തിരക്കാണ്. പുതിയ വെറൈറ്റി പടക്കങ്ങളാണ് ഇപ്പോൾ വിപണിയിൽ ഉള്ളത്. ഈ വിഷുക്കാലത്ത് പടക്കമില്ലാതെ എന്ത് ആഘോഷം എന്നാണ് മലയാളികൾ ചോദിക്കുന്നത്.